ആഗ്രഹിക്കുന്നത് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കിയാലോ. നമ്മളിൽ പലരുവേ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ടല്ലേ? നല്ലൊരു കരിയർ, സ്വന്തമായിട്ടൊരു വീട്, സമാധാനമുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ്. പക്ഷെ ഇതിൽ എത്ര കാര്യങ്ങൾ ശരിക്കും നടക്കാറുണ്ട്? പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഞാൻ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും എന്റെ ജീവിതത്തിൽ വരുന്നില്ലല്ലോ എന്ന്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തും എത്ര വലിയ കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു കൃത്യമായ ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്ത ആത്മീയ ഗുരുവായ സദ്ഗുരു ഇതിനെക്കുറിച്ച് വളരെ ലളിതവും എന്നാൽ ശക്തവുമായിട്ടുള്ള ഒരു ഫോർമുല പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ എന്തുകൊണ്ട് നടക്കുന്നില്ല, അതെങ്ങനെ കൃത്യമായി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഒരു സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കേ സദ്ഗുരു പറഞ്ഞ വളരെ രസകരമായ ഒരു കഥയിലൂടെ തന്നെ ഇന്ന് തുടങ്ങാം. ഒരിക്കലേ ഒരാൾ കാട്ടിലൂടെ വെറുതെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. നടന്ന് അബദ്ധത്തിൽ അയാൾ ചെന്നെത്തിയത് എവിടെയാണെന്നോ? പാരാഡൈസ്, അതായത് സ്വർഗത്തില്. കുറെ ദൂരം നടന്നതുകൊണ്ട് അയാൾക്ക് നല്ല തളർച്ച തോന്നി. അയാൾ ചുറ്റും നോക്കിയപ്പോഴേ നല്ല ഭംഗിയുള്ള ഒരു മരവും അതിന്റെ ചുവട്ടില് നല്ല പഞ്ഞു പോലുള്ളൊരു പുല്ലും കണ്ട് അയാൾ ആ മരച്ചുവട്ടിൽ കിടന്ന് നന്നായി ഒന്ന് ഉറങ്ങി. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോളേ എഴുന്നേറ്റു. അയാൾക്ക് നല്ല വിശപ്പ് തോന്നി. അയാൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, എനിക്ക് നല്ല രുചിയുള്ള ആഹാരം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അയാളുടെ ജീവിതത്തിൽ കഴിക്കാൻ ആഗ്രഹിച്ച എല്ലാ നല്ല വിഭവങ്ങളും ഒരു നിമിഷം കൊണ്ട് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വിശന്നു വലഞ്ഞിരുന്നത് കൊണ്ടേ അയാൾ ഒന്നും ആലോചിക്കാതെ തന്നെ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തു. വയറു നിറഞ്ഞപ്പോഴേ അയാൾക്ക് ദാഹം തോന്നി. ഇഷ്ടമുള്ള പാനീയങ്ങളെ കുറിച്ച് അയാൾ ചിന്തിച്ചതേ ഉള്ളൂ. അതും മുന്നിലെത്തി. അയാൾ അതും കുടിച്ചു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെയാണ് ആ ട്വിസ്റ്റ്. വയറും മനസ്സും നിറഞ്ഞപ്പോഴേ നമ്മുടെ ആളുകളുടെ ഉള്ളിലെ ആ സാധാരണ മനുഷ്യന്റെ മനസ്സുണർന്നു. സദ്ഗുരു ഇതിനെ വിളിക്കുന്നതേ മർക്കട അഥവാ കുരങ്ങു മനസ്സ്, മങ്കി മൈൻഡ് എന്നാണ്. കുരങ്ങന്റെ പ്രത്യേകത എന്താണ്? ഒരിടത്തും അടങ്ങിയിരിക്കില്ല അല്ലേ? ആവശ്യമില്ലാതെ ചാടിക്കളിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ അനുകരിക്കും അല്ലേ? ഇതാണ് നമ്മുടെ മനസ്സിന്റെ സ്വഭാവവും. അയാൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവിടെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്? ഞാൻ ചോദിച്ചതൊക്കെ എന്റെ മുന്നിൽ വരുന്നു. ഇവിടെ എവിടെയോ ഭൂതങ്ങളുണ്ട്. അയാൾ അങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചുറ്റും ഭയങ്കരമായ ഭൂതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പേടിച്ചു പോയിട്ടുള്ള അയാളെ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, ഈ ഭൂതങ്ങൾ എന്നെ ഉപദ്രവിച്ച് കൊല്ലുമോ? അതേ നിമിഷം ഭൂതങ്ങൾ അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ കിടന്ന് അയാൾ മരിക്കുകയും ചെയ്തു. ശരിക്കേ ഇവിടെ എന്താണ് സംഭവിച്ചത്? അയാൾ വിശ്രമിക്കാൻ കിടന്നതേ വെറും ഒരു മരച്ചുവട്ടിലല്ലായിരുന്നു. ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു. അവൻ നല്ലത് ചിന്തിച്ചപ്പോൾ അത് നടന്നു. പേടിയും നെഗറ്റിവിറ്റിയും ചിന്തിച്ചപ്പോൾ അതും നടന്നു. സദ്ഗുരു പറയുന്നതേ ഈ കൽപ്പവൃക്ഷം തേടിയിട്ട് നമ്മൾ കാട്ടിലൊന്നും പോകേണ്ടതില്ല എന്നാണ്. നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തിയാല് നമ്മുടെ മനസ്സ് തന്നെയാണ് ആ കൽപ്പവൃക്ഷം. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ 4 പ്രധാന തലങ്ങളെ ഒരേ ദിശയിലേക്ക് കൊണ്ടുവരണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ ജീവോർജം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാനേ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന്റെ 4 ടയറുകളും 4 ദിശയിലേക്കാണ് തിരിയുന്നതെങ്കിൽ ആ വണ്ടി മുന്നോട്ട് പോകുമോ? ഇല്ലല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ മനസ്സുകൊണ്ട് വലിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ വികാരം, ഇമോഷൻ മൊത്തം പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. നിങ്ങളുടെ ശരീരം ഇതിനായിട്ട് അധ്വാനിക്കാനും മടിക്കുന്നു. ഇങ്ങനെ 4 കാര്യങ്ങളും 4 വഴിക്ക് സഞ്ചരിച്ചാൽ മാനിഫെസ്റ്റേഷൻ ഒരിക്കലും നടക്കില്ല. എന്നാൽ നിങ്ങളുടെ ചിന്തയും അതിനോടുള്ള നിങ്ങളുടെ വികാരവും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ എനർജിയും ഒരേ ലക്ഷ്യത്തിലേക്ക് ദൃഢമായി നിർത്തിയാല് പ്രകൃതി അത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും. നിങ്ങളൊരു കാര്യത്തിനായി കൈവിരൽ പോലും അനക്കിയില്ലെങ്കിലും ഉള്ളിൽ ഈ 4 തലങ്ങളും ഒരേ ദിശയിലാണെങ്കിൽ
ആഗ്രഹം ഷുവറായിട്ട് നടന്നിരിക്കും. ഇവിടെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടേ, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തതെന്ന്. സദ്ഗുരു ഇതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു മറുപടി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് അത് ഓരോ നിമിഷവും ദിശ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ 1-2 അടി കൂടുമ്പോൾ വഴി മാറി സഞ്ചരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ? ഇല്ല. പലരുവേ വലിയൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കും. തൊട്ടടുത്ത നിമിഷം തന്നെ ചിന്തിക്കും, അയ്യോ അതിന് ലക്ഷങ്ങൾ വേണമല്ലോ, അതെന്റെ കയ്യിലില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എപ്പോഴാണോ നടക്കില്ല എന്ന് ചിന്തിക്കുന്നത്, ആ നിമിഷം പ്രകൃതി നിങ്ങളോട് പറയുകയാണ് നിനക്കത് വേണ്ട എന്ന്. ഒരു വശത്ത് വേണമെന്ന് ആഗ്രഹിക്കുകയും മറുവശത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് അതിനെ തടയുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ആന്തരിക സംഘർഷമില്ലേ, ഇതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. ഒരു കാര്യം സാധ്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കല് നിങ്ങളുടെ ജോലിയല്ല, അത് പ്രകൃതിയുടെ ജോലിയാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തതയോടെ ചിന്തിക്കുക എന്നത് മാത്രമാണ്. പണ്ട് നമ്മൾ പറക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അല്ലേ, അതുകൊണ്ട് ഭാവിയിലും അത് നടക്കില്ല എന്ന് വിചാരിക്കുന്നത് മനുഷ്യന്റെ പരിമിതിയാണ്. ഭൂമിയിൽ ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ പോലും നാളെ നടത്താൻ വേണ്ടി മനുഷ്യന് സാധിക്കും. അതുകൊണ്ട് സാധ്യമല്ല എന്ന ചിന്ത മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറ്റുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായിട്ടേ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന എന്താണ്? പണമോ പ്രശസ്തിയോ ഒക്കെ നമ്മുടെ പുറമേക്കാണെങ്കിലും ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെയാണല്ലേ. ഈ സന്തോഷം ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ആരോഗ്യമെന്നും, അത് മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ സമാധാനമെന്നും, അത് വികാരങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെ സ്നേഹമെന്നും നമ്മൾ വിളിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ ഒരു നല്ല ചിന്തയോടെ തന്നെ ഒരു ദിവസം ആരംഭിക്കണം. ഇന്ന് ഞാൻ എവിടെയൊക്കെ പോകുന്നുവോ, ആരെയൊക്കെ കാണുന്നുവോ, അവിടെയെല്ലാം സമാധാനവും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഞാൻ സൃഷ്ടിക്കുമെന്ന് നമ്മള് നല്ല ചിന്തയോടുകൂടി ആ ദിവസം ആരംഭിക്കുക. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എനർജിയും എല്ലാം തനിയെ ആ വഴിക്ക് ക്രമീകരിക്കപ്പെടും. ഈ യാത്രയിലെ ഒരു 100 തവണ നിങ്ങൾ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം ഓരോ പരാജയവും പുതിയ പാഠങ്ങളാണ്. അങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾ വെറും ഒരു സൃഷ്ടി എന്നതിനൊപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ സൃഷ്ടാവായി, ക്രിയേറ്ററായി നിങ്ങൾ മാറും. നിങ്ങളുടെ ചിന്തകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട്. അതിൽ സംശയങ്ങളോ നെഗറ്റിവിറ്റിയോ കലർത്താതെ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നിങ്ങൾ എന്താണ് ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ മാനിഫെസ്റ്റേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.